വോട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയായിട്ട് നടത്തുന്ന ജനകീയ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് അത് ഇത് പുസ്തകോത്സവത്തിന്റെ അതിന്റെ ഭാഗമായിട്ട് ലൈബ്രറി സെക്രട്ടറി, റണ്ണേഴ്സിലെ ഇപ്പോഴത്തെ ലൈബ്രറിയൻ, അതുപോലെ തന്നെ താലൂക്ക് കൗൺസിൽ മെമ്പർ ജെയിംസ് സാറ്, പിന്നെ മുൻ ലൈബ്രറിയൻ ടി.ആർ. വാസു, കെ.ആർ. അനിരുദ്ധൻ. സുഹൃത്തുക്കളെ, നമ്മുടെ വായനശാല കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച പുസ്തകത്തിന്റെ പ്രദർശനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അവർക്ക് ക്വിസ് അടക്കമുള്ള നിരവധി പരിപാടികളും ഈ വേദിയോട് അനുബന്ധിച്ച് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 2026 ഏപ്രിൽ 9 ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. കേരള നിയമസഭയിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പ് അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് രാജ്യം ഇന്നുവരെ കണ്ടതിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അതിനെ നേരിടുകയും യാഥാർത്ഥ്യങ്ങളെ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ശക്തമായിട്ടുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ച് നിങ്ങളൊപ്പം തന്നെ ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുന്ന ഈ പുസ്തകങ്ങൾ ഓരോന്നും സമയം കിട്ടിയാൽ മാത്രമല്ല സമയം ഉണ്ടാക്കിക്കൊണ്ട് അത് വായിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടെ ഞാൻ എന്റെ ഭാഗത്ത് നമ്മുടെ പ്രസിഡന്റ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് ഒരാൾക്ക് വോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വോട്ട് അവരുടെ അവകാശവുമാണ്, അല്ലാതെ സൗജന്യമല്ല, അല്ലെങ്കിൽ ഒരു പാർട്ടിയായിട്ട് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ ഒരു പൗരൻ വോട്ട് ചെയ്ത് അവന്റെ സമ്മതിദാവകാശം ഉപയോഗിച്ചിട്ട് വേണം എന്നെ ആര് ഭരിക്കണം എന്നുള്ള തീരുമാനമെടുക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരും പങ്കുചേരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. കേരള നിയമസഭാ ദിനം ആർക്കെയും പറയണ്ട, എല്ലാവരും പറയാം. കേരള നിയമസഭാ ദിനം അതിന് പ്രത്യേകത അന്ന് നമുക്ക് നിയമസഭ കാണാൻ പറ്റുള്ളൂ, നിയമസഭ മ്യൂസിയം സന്ദർശിക്കാൻ പറ്റുള്ളൂ. അന്നത്തെ ദിവസം ഫ്രീ ആയിട്ട് നമുക്ക് അവരുടെ ഇറങ്ങി നടത്താൻ പറ്റും. അത് ഏപ്രിൽ 27 ഏപ്രിൽ 27 നമുക്ക് അതിന്റെ ദിവസം വന്നത്. അതായത് 1957 മാർച്ച് ഏപ്രിൽ ആ സമയത്താണ് നമ്മുടെ ആദ്യത്തെ ഇലക്ഷൻ വന്നത്. ഒന്നാമത്തെ കേരള നിയമസഭയിലുള്ള ഇലക്ഷൻ വന്നത്. അതിനെ തുടർന്നാണ് ഈ ഏപ്രിലാണ് ഏപ്രിലാണ് നമ്മൾ ഏപ്രിൽ 27 നിയമസഭാ ദിനം കഴിക്കുന്നത് ആരംഭിക്കുന്നത്. ആ മാർച്ച് ഏപ്രിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഏപ്രിൽ കയറിയിട്ട് ആദ്യത്തെ യോഗം കൂടുന്ന അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കേരള നിയമസഭാ ദിനമായിട്ട് നമുക്ക് നിയമസഭ കാണാൻ സൗകര്യമാക്കി തന്നിരുന്നത്. അപ്പൊ അതാണ് നിയമസഭാ ദിനമായിട്ട് ആഗ്രഹിക്കുന്നത്. രണ്ടാമത് നമ്മളിതിന്റെ ഉദ്ദേശം പറഞ്ഞല്ലോ, ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ അനിവാര്യത പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കേരള സംസ്ഥാനത്തിലെ NSS യൂണിറ്റുകൾ നടത്തുന്ന ക്യാമ്പയിൻ ഉണ്ടാകും. NSS യൂണിറ്റ് എല്ലാ കോളേജിലും സ്കൂളുകളിലും NSS യൂണിറ്റ് ഇങ്ങനെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്യാമ്പയിന്റെ പേര് ഒന്നുമില്ല, നമുക്കറിയാം. ഞാൻ തന്നെ ആൻസർ പറയുന്നത് അധികം ചോദ്യരൂപത്തിൽ വരില്ല. യൂത്ത് സ്റ്റാൻഡ് ഫോർ ഗ്രീൻ ഇലക്ഷൻ. യൂത്ത് സ്റ്റാൻഡ് ഫോർ ഗ്രീൻ ഇലക്ഷൻ. ഗ്രീൻ ഇലക്ഷൻ എന്ന് പറയുന്നത് മനസ്സിലായി എന്താണ് കാര്യങ്ങൾ ഉണ്ടാവുക. വോട്ട് രേഖപ്പെടുത്തേണ്ട അനിവാര്യത, അതാണ് മെയിൻ ആയിട്ട് കാര്യം. വോട്ട് രേഖപ്പെടുത്തുന്ന എല്ലാവരും എന്റെ വോട്ട് എന്റെ അവകാശം. പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ, അതാണ് ഗ്രീൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ ഇലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പോസ്റ്റലിലെ ബാനറിന്റെ നിയന്ത്രണം, ഇതാണ് മെയിൻ ആയിട്ട്. പിന്നെ ഇതിനായി ജില്ലാ ഭരണകൂടവും പിന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ പേര് നിങ്ങൾക്ക് അറിയാം. പ്രോഗ്രാമിന്റെ പേരെന്താണ്? സ്വീപ്. SBEE. സ്വീപിന്റെ ഫുൾ ഫോം എന്നാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നുമില്ല. സ്വീപിന്റെ പ്രശ്നം സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ്
ഇലക്ട്രോറൽ പാർട്ടിസിപ്പേഷന് വേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ട് വോട്ട് എങ്ങനെ ചെയ്യണമെന്ന് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സ്വീപ്പ് എന്നതിന്റെ ഫുട്ബോൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്നാം കേരള നിയമസഭ പറഞ്ഞു നമ്മള് 1957 എത്ര സീറ്റിലേക്കാണ് നിയമസഭാ സീറ്റിലേക്കാണ് അത് മത്സരിച്ചത്? ഇപ്പൊ നമുക്കറിയാം എത്ര നിയമസഭകളുണ്ട്? 140. അന്ന് എത്രയായിരുന്നു? 126 അതിന്റെ അടുത്തേക്ക് പിന്നെ 126 ഉണ്ടായിരുന്നത്. 126 സീറ്റ് കഴിഞ്ഞ് 1957 126 സീറ്റിലേക്കാണ് നിയമസഭയിലേക്ക് മത്സരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു 10 വർഷം കഴിഞ്ഞപ്പോ വീണ്ടും ഒരു 7 സീറ്റ് കൂടി കൂട്ടി. അപ്പൊ എത്രയായി? 133. 126 4 3 7 അല്ലെ? 133. 133 പിന്നെ അടുത്ത വർഷം 77 ആയിരിക്കും അത് 140. ഓക്കെ, അങ്ങനെ 140 മണ്ഡലത്തിലേക്കാണ് ഇപ്പോ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഈ ഇലക്ഷൻ നടക്കുന്നത് പ്രത്യേകിച്ച് തൃശൂർ ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. തൃശൂർ ജില്ലയിൽ മാത്രമാണ് പട്ടികജാതി റിസർവേഷൻ. സോറി, തൃശൂർ ജില്ലയിലല്ല, എല്ലാ ജില്ലയിലുണ്ട്. തൃശൂർ ജില്ലയിലെ 2 പട്ടികജാതികൾക്കുള്ള സംവരണം ഒഴിച്ചിട്ടുള്ള ജില്ല തൃശൂർ ജില്ലയിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലാണെന്ന് അറിയാം? ചേലക്കര. വെരി ഗുഡ്. പിന്നെ ഒരെണ്ണം കൂടി നാട്ടിക. 2. ഇത് രണ്ടുമാണ് നമ്മുടെ തൃശൂർ ജില്ലയിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സംവരണമുള്ള മണ്ഡലം. പിന്നെ പട്ടികവർഗം SC പട്ടികവർഗത്തിനുള്ള 2 സീറ്റുള്ളൂ കേരളത്തിൽ. അത് ഏത് സംസ്ഥാനത്തിലെ ഏത് ജില്ലയ്ക്കാണ് വോട്ടിരിക്കുന്നത്? വയനാട് മാത്രമേ ഉള്ളൂ. സംസ്ഥാനത്തിലെ ഏത് ജില്ലയ്ക്കാണ്? വയനാട് ജില്ലയ്ക്കാണ് വോട്ടിരിക്കുന്നത്. വയനാട് ജില്ലയിലെ ഏതൊക്കെയാണ് മണ്ഡലമാണുള്ളത്? 2 മണ്ഡലം, 2 സീറ്റുകളാണ് വോട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പെട്ടെന്ന് പറയാം. 3 മണ്ഡലങ്ങളോടെ കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി. മാനന്തവാടി, സുൽത്താൻ ബത്തേരി 2 സ്ഥലവും ഇവിടെ ഓയാക്കലും മന്ത്രിയായിരുന്നത് ഓയാക്കലും മണ്ഡലമാണത്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി. പിന്നെ നിയമസഭയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 25. വെരി ഗുഡ്, കറക്റ്റാണ്. ഇനി അതിനുവേണ്ട യോഗ്യതകൾ എന്തായിരിക്കണം? വോട്ടർ പട്ടികയിൽ എന്താവണം? അതാണ് ഫസ്റ്റ്. രണ്ടാമത്, ഒരു തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കാൻ പറ്റും. സംസ്ഥാനത്തിൽ ജനിച്ചതായിരിക്കണം. നിയമസഭയ്ക്ക് എപ്പോഴും നിയമസഭയൊക്കെ അറിയണം. നമ്മുടെ നിയമസഭയില്ലേ? അപ്പൊ നിയമസഭയൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൽ ജനിച്ചതായിരിക്കണം. പിന്നെ ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിച്ചു. അതെന്തിനാണെന്നറിയില്ലോ എല്ലാവർക്കും. MP-ക്ക് അങ്ങനെയില്ല. MP ഇന്ത്യക്കാരായോ? പക്ഷെ നിയമസഭാ മണ്ഡലത്തിൽ എന്തായിരിക്കണം? സംസ്ഥാനത്തിൽ ജനിച്ചതായിരിക്കണം. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരിക്കണം. 25 വയസ്സ് കഴിഞ്ഞിരിക്കണം. ഇനി കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ഈ ഇലക്ഷനിലൂടെ എത്രാമത്തെ നിയമസഭയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്? എത്രാമത്തെ നിയമസഭയാണ്? അതറിയാലോ? അറിയില്ല. കുഴപ്പമില്ല. 16ാമത്തെ നിയമസഭയാണ് നമ്മൾ തെരഞ്ഞെടുക്കാൻ പോകുന്നത്. 16ാമത്തെ നിയമസഭയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. ഹോം വോട്ട് ചെയ്യാനുള്ള യോഗ്യത എന്താ? ഹോം വോട്ട് വീട്ടിൽ വോട്ട് ചെയ്യാൻ പോലെ ഹോം വോട്ട് ചെയ്യാനുള്ള യോഗ്യത എന്താകട്ടെ? 85 വയസ്സ് കഴിഞ്ഞിരിക്കണം. പിന്നെ 85 വയസ്സായിരിക്കണം. പിന്നെ 40% ഭിന്നശേഷി മാർക്ക് ചെയ്തിട്ടുള്ളവർക്കും ഹോം വോട്ട് ചെയ്യാം. എത്രാം തീയതി വരെ ചെയ്യാമെന്ന് അറിയോ? തിങ്കളാഴ്ച വരെ ചെയ്യാം. ഏപ്രിൽ 6 വരെ. ഓക്കെ, ഈ മുറപ്പിൽ കഴിഞ്ഞിട്ടും അവരൊരു ദിവസം ഏപ്രിൽ 6 വരെ ചെയ്യാം. ഇലക്ഷൻ ഫലപ്രഖ്യാപന തീയതി നമുക്ക് എല്ലാവർക്കും അറിയാൻ ഏറ്റവും വലിയ സംഭവമാണ് അത്. എന്നാണ് ഫലപ്രഖ്യാപനം ഉണ്ടാവുക? മെയ് 4-ാം തീയതി. വെരി ഗുഡ്. വോട്ട് ചെയ്യൂ, കൂട്ടടിക്കൂ എന്ന ടാഗ്ലൈനോടെ വോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആരുടെ ഓഫറാണ് അത്? വോട്ട് ചെയ്യൂ, കൂട്ടടിക്കൂ. 1 രൂപയ്ക്ക് കുട്ടുകൂടി സ്വന്തമാക്കും. സപ്ലൈകോ അങ്ങനെ ഒരു ഓഫർ തന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. വോട്ട് ചെയ്ത് 1 രൂപയ്ക്ക് നമുക്ക് ഫുഡ് കളിക്കാൻ പറ്റും. പക്ഷെ കണ്ടിട്ട് വെച്ചിട്ട് 1000 രൂപയുടെ മിനിമം പർച്ചേസ് ചെയ്താലാണ് 1 രൂപയ്ക്ക് നമുക്ക് ഒരു ഫുഡ്, ഒരു പാക്കറ്റ് കിട്ടും. 1 കിലോ ഫുഡ്. അവസാനത്തെ ക്വസ്റ്റ്യൻ പറയാണ്, തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ സേവകരെയാണെന്നും നാടിനെ നിർണ്ണയിക്കുന്നത് വോട്ടെടുപ്പ് എന്ന
വിവിധ പ്രായത്തിലുള്ളവരെ സിംഹാസനത്തിലിരുത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി ആ ജില്ലയിൽ പല ആളുകൾക്കും ഈ വോട്ട് പ്രോത്സാഹിക്കാൻ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരു സംസ്ഥാനം ഈ സീറ്റും അവിടുത്തെ ഇലക്ഷൻ കമ്മീഷനും അവിടുത്തെ ഭരണവും കൂടിയിട്ട് നടത്തിയ ഒരു പ്രോഗ്രാമാണത്. ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാരെ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരും വോട്ട് ചെയ്യാമെന്നത് പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ആ ജില്ല കോഴിക്കോട് ജില്ലയാണ്. ഓക്കെ, അടുത്ത നമ്മുടെ പ്രവർത്തകര് ഏതൊരു ഭാരവാഹികള് നമ്മുടെ ഈ വരുന്ന 9-ാം തീയതി വരുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ 100% വോട്ടിംഗ് എന്ന ഉദ്ദേശത്തോടുകൂടി പല പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് കത്ത് ലഭിച്ചത് പ്രകാരം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ ഈ വോട്ട് സഭ എന്ന പരിപാടി നടത്തുന്നതും അതിലൂടെ നമ്മൾ ഓരോ പൗരനെയും വോട്ടിന്റെ പ്രാധാന്യം വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടനുസരിച്ചാണ് ഈ പരിപാടികൾ നടത്തപ്പെടുന്നത്. എന്റെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഈ വോട്ട് സഭ ഉദ്ഘാടനം ചെയ്തതോടൊപ്പം തന്നെ നമ്മുടെ വോട്ട് ഏറ്റവും വലിയ ഒരു ആവശ്യമാണെന്നത് നമുക്ക് ബോധവൽക്കരണം നടത്താനുള്ളതാണ് ഈ ഇവിടെ വന്നിരിക്കുന്ന ഉദ്ദേശം. അപ്പൊ അതിനകത്ത് മുഖ്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ്. അതിന് പരമാധികാരി ജനങ്ങൾക്കാണ്. ആ പരമാധികാരം നിശ്ചയിക്കുന്നത് നമ്മളായതുകൊണ്ട് നമ്മുടെ വോട്ട് നമുക്കൊരു അവകാശമാണ്. ഈ അവകാശബോധം എല്ലാവരെയും ഉണ്ടാക്കുക. അപ്പൊ ഞാൻ കൂടുതൽ ധരിപ്പിക്കുന്ന കാരണം ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഒരു പക്ഷെ നമുക്ക് തോന്നാം, എന്റെ വോട്ട് എന്തെങ്കിലും ഒരു വോട്ട് കൊണ്ട് ഇനി എന്താവാനായിട്ട് തോന്നുന്നത് നമുക്ക് വരാം. അത് ഒരു കാര്യം ഒറ്റ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 2001 ഇലക്ഷൻ സമയത്ത് തിരിഞ്ഞു മണ്ഡലത്തിൽ നടക്കുന്ന ഇലക്ഷനില് അന്നത്തെ അസീസ് RSPയുടെ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അസീസും PK അഹമ്മദ് നബിയും കൂടി അയ്യൂരിൽ മത്സരിക്കുന്നത്. അന്ന് അവിടെ ജയിച്ചത് അസീസ് 5 വോട്ടിന് കൊടുത്തു. ഇലക്ഷൻ കൌണ്ടിംഗ് വന്നപ്പോൾ 21 വോട്ടിന് ജയിച്ച അസീസ് കോടതി PK അഹമ്മദ് നബി കോടതി പോയി റീകൌണ്ടിംഗ് ഏർപ്പെടുത്തി എല്ലാം കഴിഞ്ഞപ്പോൾ ഫൈനലി വന്നത് 5 വോട്ടിനാണ്. അപ്പൊ നമ്മൾ ഓരോ വോട്ടിന്റെ അവകാശം എല്ലാവർക്കും അറിയാതെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്ത് വന്നാലും നമ്മുടെ പുതിയ ഒരു തലമുറ അതിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞാലും ഞാനൊരു ചെറിയൊരു കഥ അറിയാതെ ചെറിയൊരു കഥ. അപ്പൊ നമുക്കൊരു 93 വയസ്സുള്ള ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ആള് രാവിലെ എഴുന്നേറ്റ് വോട്ടിംഗ് ദിവസം വോട്ട് ചെയ്യാൻ പോകും. അപ്പൊ അതിന്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. മക്കളൊക്കെ ഈ വോട്ടിംഗ് ദിവസം ഫ്രീ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്ന് ഫ്രീ ആണ്, ജോലിയില്ല. അപ്പൊ നമുക്ക് രാവിലെ ടൂർ പോയേക്കാം. അച്ഛനെ ടൂർ പോയേക്കാൻ ഇരിക്കുകയാണ്. അപ്പൊ ഇത് നോക്കുമ്പോൾ അച്ഛൻ രാവിലെ വോട്ട് ചെയ്യാൻ പോവാ. അപ്പൊ ചോദിച്ചു, എന്താ അച്ഛനെ വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്യാൻ പോകുന്നത് എന്താ നമ്മൾ വോട്ടിലൂടെ എന്ത് സംഭവിക്കുന്നത്? അപ്പൊ അച്ഛൻ പറഞ്ഞു, അവകാശമാണ്. ഈ അവകാശം ഞാൻ വിനിയോഗിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആത്മസംതൃപ്തിയാണ്. കാരണം നമ്മൾ കേരള നിയമസഭയില് നമ്മൾ ഓരോ നിയമനിർമ്മാണം നടക്കുമ്പോഴും നമ്മൾ അങ്ങോട്ട് അയക്കുന്ന MLA-മാരാണ്. ഈ MLA-മാർ നിശ്ചയിക്കുന്ന നമ്മളാണ്. അപ്പൊ നമ്മുടെ ഒരു അവകാശമാണ് വോട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് പ്രതിജ്ഞ എടുക്കണം. അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വോട്ട് ചെയ്യും. ഞാൻ വോട്ട് ചെയ്യും. എന്റെ അവകാശമാണ്, ഞാൻ വോട്ട് ചെയ്യും. മറ്റൊരെന്താണ്, ഞാൻ മറ്റുള്ളവരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കും. അത് നമ്മുടെ കാര്യമാണ്. പിന്നെ തിരിച്ചു വോട്ട് ചെയ്യും. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവരും നമ്മൾ വോട്ട് ചെയ്യണം. നമ്മൾ മറ്റുള്ളവരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കണം. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നല്ലൊരു നാളെ ഒരു കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി നല്ല ജനങ്ങളെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ഞാൻ ഈ വോട്ട് സഭ ഉദ്ഘാടനം ചെയ്തായിട്ട് അചഞ്ചലമായ വിശ്വാസം പുലർത്തുന്ന ഇന്ത്യൻ പൗരന്മാരായ ഞങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ പാരമ്പര്യങ്ങളും സ്വാതന്ത്ര്യവും നീതിയുക്തവും സമാധാനപരവുമായ തിരഞ്ഞെടുപ്പുകളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുമെന്നും മതം, വംശം, ജാതി, സമുദായം, ഭാഷ എന്നിവയുടെ പരിഗണനകളാലും പ്രലോഭനങ്ങളാലും സ്വാധീനിക്കപ്പെടാതെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നിർഭയ
നിർഭയമായും വോട്ട് ചെയ്യുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. അതിന്റെ പേരിൽ കഴിഞ്ഞ കാലത്ത് ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ജനാധിപത്യ ഭരണഘടനയെ അതിന്റെ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ നിന്ന് വ്യതിചരിച്ചിട്ടില്ലേ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എന്നാണ് വലിയ സംശയം നിലനിൽക്കുന്നത്. നമ്മൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വേദി മറ്റൊരു സ്വാധീനത്തിന്റെ പേരിൽ കാര്യമാണ് എന്നിട്ട് ഭരണസമിതി രൂപീകരിക്കുകയെന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തിയെ നമ്മൾ വോട്ടർമാരിൽ സാധിക്കുക എന്നത് ഒരു യാഥാർത്ഥ്യ ബോധത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെയുള്ള സ്ഥിതിവിശേഷങ്ങളുണ്ടാകാൻ പാടില്ല. ഈ ജനാധിപത്യം നല്ലതിലേക്ക് സംഭവിക്കുന്നത് നല്ലൊരു സംഭവം സംഭവിക്കാത്തത് അദ്ദേഹത്തിന്റെ ഒരു MLA എന്നുള്ള സ്ഥാനം നിർവീര്യമാക്കണമെന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അപ്പൊ അത്തരം ഒരു എന്താ പറയാ ഈ അസുഖം നമ്മുടെ ജനാധിപത്യ ഭരണകൂടത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നത് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം അതുപോലെ തന്നെ എല്ലാവർക്കും ഈ പരിപാടിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ